ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. അതിൽ ആദ്യത്തേത് സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. ഒരു സർക്യൂട്ടിലെ എല്ലാ കോമ്പണൻറ്റുകളിലൂടെയും ഒരേ കറണ്ട് പോകുമ്പോഴാണ് നമ്മൾ ആ കോമ്പണൻറ്റുകളെല്ലാം സീരീസിലാണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സർക്യൂട്ടിലെ 3 റെസിസ്റ്റൻസിലായ R1, R2, R3 3 പേരും പോയിന്റ് എ ആൻഡ് പോയിന്റ് ബി ഇവയ്ക്കിടയിൽ സീരീസ് കോമ്പിനേഷനിലാണ്. ഈ സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിലൂടെ കറണ്ട് ഉണ്ടാവാൻ കാരണക്കാരനായിരിക്കുന്നത് വി ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ഈ ഒരു സെല്ലാണ്. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ടിനകത്ത് കിർച്ചോസ് സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്യും. അതിനുവേണ്ടി ഒരു ക്ലോക്ക് വൈസ് പാത സെലക്ട് ചെയ്തു. ഇനി ക്ലോക്ക് വൈസ് പാതയിൽ എയിൽ നിന്ന് കിർച്ചോസ് സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങുക. ഒഴുകുന്ന കറണ്ട് ഐ ആണ്. ആദ്യത്തെ റെസിസ്റ്റൻസ് R1 ആണ്. ഒഴുകുന്ന കറണ്ട് നമ്മൾ സെലക്ട് ചെയ്ത അതേ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നത്. സോ ഐ ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. സോ ഐ ഇൻറ്റു R1 പ്ലസ് അതേ കറണ്ട് തന്നെയാണ് R2ലൂടെയും പോകുന്നത്. സോ ഐ ഇൻറ്റു R2 പ്ലസ് ഐ ഇൻറ്റു R3. ഇനി വേറെ റെസിസ്റ്റൻസുകളൊന്നുമില്ല. നമ്മൾ വീണ്ടും ക്ലോക്ക് വൈസ് പാതയിലൂടെ ഒരിക്കൽ കൂടി എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോവുക. ഈ സമയത്ത് നമ്മൾ സെല്ലുകളുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസുകളെയാണ് കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ആകെ ഒരു സെല്ലുള്ളൂ, അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണ്. മാത്രമല്ല നമ്മൾ ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകുന്ന സമയത്ത് വിയുടെ നെഗറ്റീവ് ടെർമിനലാണ് ആദ്യം കണ്ടുമുട്ടുന്നത്. സോ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് ദാറ്റ് സെൽ ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. സോ വി ഇതിനകത്തെല്ലാം LHSലെല്ലാം കോമൺ ഫാക്ടറായിട്ട് ഐ ഉണ്ട്. സോ ഐ ഇൻറ്റു R1 പ്ലസ് R2 പ്ലസ് R3 is equal to capital V. Now suppose that this is equation number 1. Now we are going to replace the 3 resistors, the series combination of the 3 resistors between A and B by a single resistor which provides the same effect as that provided by this series combination. ഈ സീരീസ് കോമ്പിനേഷൻ എന്ത് ഇഫക്റ്റ് ആണോ ഈ സർക്യൂട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതേ ഇഫക്റ്റ് തരുന്ന ഒരു സിംഗിൾ റെസിസ്റ്റർ ഉപയോഗിച്ച് ഈ 3 പേർക്കും പകരം ആ സിംഗിൾ റെസിസ്റ്റർ കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കും. എന്താണ് ഈ 3 പേരും കൂടെ ഈ സർക്യൂട്ടിൽ ഉണ്ടാക്കിയ ഇഫക്റ്റ്? ഈ 3 പേരും കൂടെ ഈ സർക്യൂട്ടിൽ ഉണ്ടാക്കിയ ഇഫക്റ്റ് എന്ന് പറയുന്നത് സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഐ ആയി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇതിലൂടെയുള്ള കറണ്ട് ഐ ആയി നിലനിർത്താൻ തീരുമാനമെടുത്തിരിക്കുന്നത് ഈ 3 പേരും കൂടിയാണ്. അപ്പൊ ഈ 3 പേരുടെയും അതേ ഇഫക്റ്റ് ഒരു സിംഗിൾ റെസിസ്റ്ററിന് തരാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ സിംഗിൾ റെസിസ്റ്റർ ഇവർക്ക് പകരം എക്കും ബിക്കും ഇടയിൽ കണക്ട് ചെയ്താൽ അപ്പോഴും സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഐ തന്നെയായി നിലനിൽക്കണം. So we have such a resistor which when used to replace the 3 resistors between A and B provided the same current. ഈ കറണ്ട് തന്നെ തരുന്ന ഒരു സിംഗിൾ റെസിസ്റ്റർ നമ്മൾ കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുക. ആ സിംഗിൾ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R ആണെന്ന് വിചാരിക്കുക. നേരത്തെയുള്ള അതേ ഇഫക്റ്റ് തന്നെ ഇയാളും തരുന്നത് കാരണം സർക്യൂട്ടിലുള്ള കറണ്ട് ഐ തന്നെയാണ്. Now ഈ സർക്യൂട്ടിനകത്ത് കിർച്ചോസ് സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്യുക. ആകെ ഒരു റെസിസ്റ്ററേ ഉള്ളൂ, സെയിം കറണ്ട് തന്നെ. സോ ഐ ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു വീണ്ടും ഒരു തവണയും കൂടെ ക്ലോക്ക് വൈസ് ആയിട്ട് പോകുന്ന സമയത്ത് സെല്ലിന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കണ്ടുമുട്ടും. ദാറ്റ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ക്യാപിറ്റൽ ബി. സപ്പോസ് ദാറ്റ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. നൗ ഈ 2 ഇക്വേഷനുകളുടെയും RHS, ഇക്വേഷൻ നമ്പർ 1ന്റെയും ഇക്വേഷൻ നമ്പർ 2ന്റെയും RHSകൾ സെയിം ആണ്. Therefore I into R is equal to I into R1 plus R2 plus R3 or I cancel here. The effective resistance of the series combination of 3 resistors is given by R is equal to R1 plus R2 plus R3. So we have the equation to calculate the effective resistance when 3 resistors are connected in series. ഇഫക്റ്റീവ് റെസിസ്റ്റൻസിനെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കാറുണ്ട്. അതായത് ഇയാളെ ഒന്നുകിൽ R ഇഫക്റ്റീവ് അല്ലെങ്കിൽ R ഈക്വലന്റ് എന്ന് വിളിക്കാറുണ്ട്. നേരത്തെ വരച്ച 3 പേരുടെയും അതേ ഇഫക്റ്റ് തരുന്ന റെസിസ്റ്റർ എന്നുള്ള അർത്ഥത്തിലാണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വിളിക്കുന്നത്. അവയ്ക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാണിക്കുന്നതുകൊണ്ടാണ് ഇയാളെ ഈക്വലന്റ് റെസിസ്റ്റൻസ് വിളിക്കുന്നത്. So when resistors are connected in series, the effective resistance increases. ഇൻഡിവിജ്വൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഏത് റെസിസ്റ്റർ എടുത്താലും അവയുടെ വാല്യൂവിനേക്കാളൊക്കെ കൂടുതലായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂ. മാത്രമല്ല ഇക്കൂട്ടത്തിൽ ഏറ്റവും വലുത് ഏതാണോ, ഉദാഹരണത്തിന് 1 പ്ലസ് 2 പ്ലസ് 3, 1 ഓം 2 ഓം 3 ഓമും കൂടിയാണ് കണക്ട് ചെയ്യുന്നെങ്കിൽ മൊത്തത്തിലുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് 6 ഓം വരും. 6 ഓം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് കണക്ട് ചെയ്ത റെസിസ്റ്ററുകളിൽ ഏറ്റവും വലുതായ 3 ഓമിനേക്കാൾ കൂടുതലാണ്.
So the effective resistance will be greater than the greatest among individual resistors. Individual റെസിസ്റ്ററുകളിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസിനേക്കാളും കൂടുതലായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് കോമ്പിനേഷൻ. ഓക്കെ, അടുത്തത് നമ്മൾ പാരലൽ കോമ്പിനേഷൻ ഓഫ് 3 റെസിസ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. So we have a parallel combination of 3 resistors with resistance values R1, R2 and R3 connected between 2 points A and B in this circuit. Now the current through this circuit is provided by a cell whose terminal potential difference is capital V volt. അപ്പോൾ ഇതിനകത്ത് പാരലൽ ആണെന്ന് പറയുക ഒരു സർക്യൂട്ടിലെ കോമ്പണന്റുകൾ, ഇവിടെ കോമ്പണന്റുകൾ ഈ 3 റെസിസ്റ്റേഴ്സ് ആണ്. ഈ 3 കോമ്പണന്റുകൾ പാരലൽ ആണെന്ന് പറയുന്നത് അവയ്ക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസുകൾ സെയിം ആകുമ്പോഴാണ്. അപ്പോൾ ഇവിടെ എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് R1ന്റെ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, R2ന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും എക്കും ബിക്ക് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, R3ക്ക് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും എക്കും ബിക്ക് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇനി എക്കും ബിക്ക് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ വി ആണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ പോയിന്റ് എയും പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ സെല്ലും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഐഡിയൽ കണ്ടക്ടർ ഉപയോഗിച്ചിട്ടാണ്. ഐഡിയൽ കണ്ടക്ടറിലെ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ തന്നെയാണ് ഈ പോയിന്റിലും ഉണ്ടാവുക. സിമിലർലി ബിയും നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ സെല്ലും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഐഡിയൽ കണ്ടക്ടർ ഉപയോഗിച്ചിട്ടാണ്. ഐഡിയൽ കണ്ടക്ടറിലെ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ തന്നെയാണ് പോയിന്റ് ബിയിലും ഉണ്ടാവുക. അതുകൊണ്ട് എയിലെ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി സെല്ലിലെ പൊട്ടൻഷ്യലാണ് എയിലെ പൊട്ടൻഷ്യൽ, നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി സെല്ലിലെ പൊട്ടൻഷ്യലാണ് ബിയിലെ പൊട്ടൻഷ്യൽ. അപ്പോൾ എക്കും ബിക്ക് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് സെല്ലിന്റെ ടെർമിനൽസ് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ബി. And therefore all the resistors have the same potential difference across them. ഓരോരുത്തർക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ഫസ്റ്റ് റെസിസ്റ്റർ V1 ആണെങ്കിൽ V1 ഈക്വൽ ടു ഈ ഓംസിലും അനുസരിച്ച് R1ലൂടെ ഒഴുകുന്ന കറണ്ട് I1 ആണെങ്കിൽ R1ന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഗിവൺ ബൈ V1 ഈക്വൽ ടു I1 ഇൻറ്റു R1. ആൻഡ് therefore ഇതിൽ നിന്നും കിട്ടും therefore I1 is equal to V1 divided by R1. Similarly, the potential difference across the second resistor R2 is given by V2 equal to I2 into R2, from which we get I2 is equal to V2 divided by R2. And the potential difference across the third resistor V3 is equal to I3 into R3, from which we get I3 is equal to V3 divided by R3. Now, as we understood earlier, the potential difference across all resistors is the same, which is equal to the terminal potential difference of the cell. And therefore, V1, V2, V3 എന്ന് വേറെ എഴുതണ്ട, എല്ലാം ഈക്വൽ. V1 equal to V2 equal to V3 is V3, which in turn is equal to the terminal potential difference of the cell. അപ്പോൾ V1, V2, V3 ക്കുള്ളതിന് പകരം നമ്മൾ V ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്തു. V1, V2, V3 V ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്തു. Now പോയിന്റ് എയിൽ ഈ പോയിന്റിൽ കിർച്ചോസ് ഫസ്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. കിർച്ചോസ് ഫസ്റ്റ് റൂൾ അനുസരിച്ച് ദ കറണ്ട് എൻറ്ററിങ് എ ജംഗ്ഷൻ പോസിറ്റീവ് ആയിട്ടും കറണ്ട് ലീവിംഗ് ദ ജംഗ്ഷൻ നെഗറ്റീവ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, വിച്ച് മീൻസ് ദാറ്റ് I minus I1 minus I2 minus I3, the algebraic sum of the various currents meeting at any junction is equal to 0. That is I1 plus I2 plus I3, I1 plus I2 plus I3, I1ഉം I2ഉം I3ഉം അങ്ങോട്ട് കൊണ്ടുപോവുക, I ഇവിടെ തന്നെ വയ്ക്കുക, ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3 ഈക്വൽ ടു I. ഇനി I1ന്റെയും I2ന്റെയും I3യുടെയും വാല്യൂസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിച്ച് മീൻസ് ദാറ്റ് V ഡിവൈഡഡ് ബൈ R1 പ്ലസ് V ഡിവൈഡഡ് ബൈ R2 പ്ലസ് V ഡിവൈഡഡ് ബൈ R3 ഈക്വൽ ടു I. എല്ലാത്തിലും കോമൺ ആയിട്ട് V ഉണ്ട്, V പുറത്തേക്ക് എടുക്കുക. സോ V ഇൻറ്റു 1 ബൈ R1 plus 1 by R2 plus 1 by R3 is equal to capital I. Suppose that this is equation number 1. അപ്പോൾ നമ്മൾ പോയിന്റ് എയിൽ കിർച്ചോസ് ഫസ്റ്റ് റൂൾ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. Now we replace 3 resistors between A and B by a single resistor which provides the same effect as that provided by the parallel combination of these 3 resistors. ഈ 3 റെസിസ്റ്റേഴ്സ് തന്നിരിക്കുന്ന അതേ ഇഫക്റ്റ് തരുന്ന ഒരു സിംഗിൾ റെസിസ്റ്റർ എക്കും ബിക്ക് ഇടയിൽ കണക്ട് ചെയ്തപ്പോൾ ഈ സർക്യൂട്ടിലുള്ള അതേ ഇഫക്റ്റ് തന്നെ കിട്ടിയെന്ന് വിചാരിക്കുക. എന്താണ് ഈ സർക്യൂട്ടിലുള്ള ഇഫക്റ്റ്? ഈ സെല്ല് ഉപയോഗിക്കുമ്പോൾ ഈ സർക്യൂട്ടിലുള്ള മൊത്തം കറണ്ട് I ആക്കി മാറ്റിയതാണ്
ഈ 3 പേരുടെയും കൂടെ പാരലൽ കോമ്പിനേഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ആ 3 പേർക്ക് പകരം നമ്മളൊരു സിംഗിൾ റെസിസ്റ്റർ എക്കും ബിക്കും ഇടയ്ക്ക് കണക്ട് ചെയ്യുന്നു. അതേ കറണ്ട് ആണ് സർക്യൂട്ടിൽ അപ്പോഴും ഒഴുകുന്നതായിരിക്കും. എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന സർക്യൂട്ടിലുള്ള മൊത്തം കറണ്ട് ഐ ആണ്. ഇപ്പോൾ ഈ ഇഫക്റ്റീവ് റെസിസ്റ്റർ ഈ റെസിസ്റ്റർ കണക്ട് ചെയ്തപ്പോഴുള്ള കറണ്ടും ഐ തന്നെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്ററിനെ നേരത്തെ കണക്ട് ചെയ്ത 3 പേരുടെയും കൂടെ പാരലൽ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം. ഇനി ഇതിനകത്ത് നമ്മൾ കിർച്ചോഫ് സെക്കൻഡ് റൂൾ ഒന്ന് അപ്ലൈ ചെയ്യാം. കിർച്ചോഫ് സെക്കൻഡ് റൂൾ ഇതിനകത്ത് അപ്ലൈ ചെയ്താൽ ആദ്യം നമ്മളൊരു പാത സെലക്ട് ചെയ്യണം. സോ വി സെലക്ട് ക്ലോക്ക് വൈസ് പാത്ത്. ഒരു ക്ലോക്ക് വൈസ് പാത്ത് സെലക്ട് ചെയ്തു. ആ പാത്തിൽ അതേ ദിശയിൽ തന്നെയാണ് ഐ, അതുകൊണ്ട് ഐ പോസിറ്റീവ് ആണ്. സോ ഐ ഇൻറ്റു ആർ ഇഫക്റ്റീവ് അല്ലെങ്കിൽ ഐ ഇൻറ്റു ആർ ഈക്വലന്റ് ഇസ് ഈക്വൽ ടു വി എന്ന് വന്നു. ഐ ഇൻറ്റു ആർ ഇഫക്റ്റീവ് ഈക്വൽ ടു വി എന്ന് വന്നു. Therefore വി ഡിവൈഡഡ് ബൈ ഈ വി ഇവിടെ വെക്കുക, ആർ ഇഫക്റ്റീവ് പുറത്തേക്ക് കൊണ്ടുപോവുക. വി ഡിവൈഡഡ് ബൈ ആർ ഇഫക്റ്റീവ് ഇസ് ഈക്വൽ ടു ഐ എന്ന് വന്നു. സപ്പോസ് ദാറ്റ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ഇത് ഇക്വേഷൻ നമ്പർ 2 ആണെന്ന് വിചാരിക്കുക. ഇക്വേഷൻ നമ്പർ 1ന്റെയും ഇക്വേഷൻ നമ്പർ 2ന്റെയും ആർ എച്ച് എസുകൾ സെയിം ആണ്. രണ്ടും ഒരേ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ആൻഡ് therefore എൽ എച്ച് എസുകളും ഈക്വൽ ആയി പറ്റൂ. വി ഡിവൈഡഡ് ബൈ ആർ ഇഫക്റ്റീവ് ഇസ് ഈക്വൽ ടു വി ഇൻറ്റു 1/R1 പ്ലസ് 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. വി ക്യാൻസൽ ചെയ്യുക. വാട്ട് റിമൈൻസ് ഈസ് 1/R effective is equal to 1/R effective is equal to 1/R1 plus 1/R2 plus 1/R3. So using this equation we can calculate the effective or equivalent resistance of 3 resistors connected in parallel. ഈ രണ്ട് പേരെ ഉള്ളെങ്കിൽ 1/R effective equal to 1/R1 plus 1/R2. മൂന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ മൂന്നിലധികം ടേമുകൾ വരും. 1/R4 plus 1/R5 അങ്ങനെ വന്നുകൊണ്ടിരിക്കും. Now another interesting fact about the parallel combination is that the effective resistance in parallel combination, ഉദാഹരണത്തിന് R1, R2, R3 2 ohm, 3 ohm and 4 ohm വീതാന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മൾ 1/R effective ഈ മൂന്ന് പേരുമാണ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തെങ്കിൽ 1/R effective equal to 1/2 plus 1/3 plus 1/4 1/2 plus 1/4. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ we'll get the value of R effective. ആ R effectiveന്റെ വാല്യൂ എന്ന് പറയുന്നത് will be less than the least among these individual resistors. ഈ ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സിൽ ഏറ്റവും കുറവുള്ളത് 2 ആണ്. ആ ഏറ്റവും കുറവുള്ളതിനേക്കാൾ കുറവായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ കോമ്പിനേഷൻ. സീരീസ് കോമ്പിനേഷനിലാണെങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും വലുത് ഏതാണോ അതിനേക്കാൾ വലുതായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് സീരീസ് കോമ്പിനേഷനിൽ. പാരലൽ കോമ്പിനേഷനിൽ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് എത്രയാണോ അതിനേക്കാൾ ചെറുതായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ എപ്പോഴാണ് സീരീസ് കോമ്പിനേഷൻ ഉപയോഗിക്കുക, എപ്പോഴാണ് പാരലൽ കോമ്പിനേഷൻ ഉപയോഗിക്കുക എന്നുള്ള ചോദ്യം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ഉത്തരം ഇതാണ്. എപ്പോഴാണ് നമ്മുടെ കയ്യിലുള്ള റെസിസ്റ്ററുകളെക്കാൾ വലിയ റെസിസ്റ്റൻസിന്റെ ആവശ്യം നമുക്ക് ഉണ്ടാവുക ആ സമയത്താണ് നമ്മൾ സീരീസ് കോമ്പിനേഷൻ ഉപയോഗിക്കുക. എപ്പോഴാണോ നമ്മുടെ കയ്യിലുള്ള റെസിസ്റ്റൻസ് വാല്യൂസിനേക്കാൾ ചെറിയ റെസിസ്റ്റൻസ് മാത്രം നമുക്ക് ഒരു സർക്യൂട്ടിൽ ഉപയോഗിച്ചാൽ മതി എന്നുള്ള സാഹചര്യം വരുന്നത് അപ്പോഴാണ് നമ്മൾ പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കുക. ഓക്കെ, next we are going to discuss about internal resistance and EMF of cells. സെല്ലുകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് ക്വാണ്ടിറ്റികളാണ് ഇന്റേണൽ റെസിസ്റ്റൻസും EMF. ഒരു കെമിക്കൽ സെല്ല് നമ്മൾ ഇമാജിൻ ചെയ്യും. അതിനകത്ത് ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്, രണ്ട് ഇലക്ട്രോഡുകളുണ്ട്, ഒരു പോസിറ്റീവ് ഇലക്ട്രോഡും ഒരു നെഗറ്റീവ് ഇലക്ട്രോഡും ഉണ്ട്. പോസിറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കാണ് എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ കറണ്ട് ഉണ്ടാവുക. ഇവിടെ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ ഒരു ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ബൾബിന്റെ റെസിസ്റ്റൻസ് 6 ആമ്പിയർ. ഇനി പോസിറ്റീവ് ടെർമിനലിൽ നിന്നും ബൾബിലൂടെ നെഗറ്റീവ് ടെർമിനൽ വരെ എത്തിച്ചേരുന്ന ഇലക്ട്രിക് കറണ്ട് നെഗറ്റീവ് ടെർമിനൽ അവസാനിക്കില്ല. അത് നെഗറ്റീവ് ടെർമിനലിലൂടെ സെല്ലിൻ്റെ ഉള്ളിലെ ഇലക്ട്രോലൈറ്റിലൂടെ ഒഴുകിയിട്ട് വീണ്ടും പോസിറ്റീവ് ടെർമിനലിലേക്ക് എത്തിച്ചേരും. ഇങ്ങനെ ക്ലോസ്ഡ് പാത്തിലാണ് എപ്പോഴും ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകും. ക്ലോസ്ഡ് പാത്തിലാണ് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകും. അപ്പോൾ കറണ്ട് നെഗറ്റീവ് ടെർമിനലിൽ നിന്നും പോസിറ്റീവ് ടെർമിനലിലേക്ക് ഇലക്ട്രോലൈറ്റിലൂടെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ സെല്ലിൻ്റെ ഭാഗമായ സെല്ലിൻ്റെ സ്ട്രക്ചറിൻ്റെ ഭാഗത്തിലൂടെയും കറണ്ട് ഒഴുകുന്നുണ്ടെന്ന് അർത്ഥം. രണ്ട് ടെർമിനൽസിലൂടെയും ടെർമിനൽസ് ഇടയിൽ ഇലക്ട്രോലൈറ്റിലൂടെയും കറണ്ട് പോകുന്നുണ്ട്. ഈ ഇലക്ട്രോലൈറ്റിനും റെസിസ്റ്റൻസ് ഉണ്ട്, ടെർമിനൽസിനും റെസിസ്റ്റൻസ് ഉണ്ട്. അതൊക്കെ സെല്ലിൻ്റെ ഉള്ളിലുള്ള റെസിസ്റ്റൻസുകളാണ്. അത്തരം റെസിസ്റ്റൻസുകളെ എല്ലാം കൂടെ കൂട്ടിച്ച് അത്തരം റെസിസ്റ്റൻസുകളുടെ എല്ലാം കൂടി ഇഫക്റ്റീവ് വാല്യൂവിനെയാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സെൽ എന്ന് പറയുന്നത്. എല്ലാ സെല്ലുകൾക്കും ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പം ഈ ഇന്റേണൽ റെസിസ്റ്റൻസ്
ഒരു സെല്ലിന്റെ പെർഫോമൻസിന്റെ മുകളിൽ അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ റോൾ എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സർക്യൂട്ട് സിമ്പിൾ ഉപയോഗിച്ച് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഇടയിൽ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലിനും ഇടയിൽ ടെർമിനൽസിന്റെ ഉൾപ്പെടെയുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ടെർമിനൽസിന്റെ ഉൾപ്പെടെയുള്ള ഈ റെസിസ്റ്റൻസിനെയാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ ആർ എന്ന് നമ്മൾ റിപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതിന് ഞാനിവിടെ പുറത്ത് വരാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കൂ. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന എക്സ്റ്റേണൽ റെസിസ്റ്റൻസിലൂടെ ഒഴുകുന്ന അതേ കറണ്ട് തന്നെയാണ് ഇന്റേണൽ റെസിസ്റ്റൻസിലൂടെ ഒഴുകുന്നത്. എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസും ഈ ഡയഗ്രത്തിൽ ബൾബിന്റെ റെസിസ്റ്റൻസും സെല്ലിന്റെ ഉള്ളിലെ ഇന്റേണൽ റെസിസ്റ്റൻസും ഒരേ കറണ്ട് ഒഴുകുന്ന പാതയിലാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ അവ രണ്ടും സീരീസിലാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ രണ്ട് റെസിസ്റ്റൻസുകളും സീരീസിലാണ്. സെല്ലിന്റെ രണ്ട് ടെർമിനൽസ് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്യാപിറ്റൽ ഇ ആണെന്ന് വിചാരിക്കാം. ഈ ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നതിനെ നമ്മൾ തിയറട്ടിക്കൽ വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ടെർമിനൽസ് ഓഫ് ദി സെല്ലിന് പറയും. എന്ന് വെച്ചാൽ നമുക്കത് തിയറട്ടിക്കലി കണ്ടുപിടിക്കാൻ പറ്റും. ഹാഫ് സെല്ലുകളൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് സെല്ലിനെ രണ്ട് ഹാഫ് സെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ രണ്ട് ഹാഫ് സെല്ലുകളുടെ ഇടയിലുള്ള രണ്ട് ഹാഫ് സെല്ലുകളുടെയും പൊട്ടൻഷ്യലുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന തിയറട്ടിക്കൽ വാല്യൂ ആണ് ഈ ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത്. അപ്പം ഈ സർക്യൂട്ടിനകത്ത് നമ്മൾ കിർച്ചോഫ് സെക്കൻഡ് റൂൾ ഒന്ന് അപ്ലൈ ചെയ്യും. സർക്യൂട്ടിനകത്ത് കിർച്ചോഫ് സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുകയെന്ന് വെച്ചാൽ ഐ ഇൻറ്റു ക്യാപിറ്റൽ ആർ പ്ലസ് ഐ ഇൻറ്റു സ്മോൾ ആർ ഈക്വൽ ടു, പിന്നെ വീണ്ടും ഒരിക്കൽ കൂടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുക. അപ്പം സെല്ലിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്യാപിറ്റൽ ഇ നെഗറ്റീവ് ടെർമിനലാണ് ആദ്യം കണ്ടുമുട്ടുക. സോ ഇറ്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ഐ ഇൻറ്റു ക്യാപിറ്റൽ ആർ പ്ലസ് ഐ ഇൻറ്റു സ്മോൾ ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ഇ. ഇനി ആർ എന്ന് പറയുന്ന റെസിസ്റ്ററിന്റെ രണ്ട് എൻഡുകൾ എയും ബിയും ആണെന്ന് വിചാരിക്കും. ഇനി ഞാൻ ഈ റെസിസ്റ്ററിനെ സെല്ലിന്റെ ഉള്ളിലേക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് സെല്ലിന്റെ ഉള്ളിലുള്ള റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ സെല്ലിന്റെ ഉള്ളിലേക്ക് വരയ്ക്കും. ഈ റെസിസ്റ്ററിനെ സെല്ലിന്റെ ഉള്ളിൽ വരയ്ക്കാം. ഇന്റേണൽ റെസിസ്റ്റൻസിനെ സെല്ലിന്റെ ഉള്ളിൽ വരയ്ക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന പോയിന്റും സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലും ഒരേ പൊട്ടൻഷ്യലാണ്. അത് എന്തുകൊണ്ടാണ്? എയും ഈ പോസിറ്റീവ് ടെർമിനലും കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഐഡിയൽ കണ്ടക്ടർ ഉപയോഗിച്ചിട്ടാണ്. ഐഡിയൽ കണ്ടക്ടറിലെ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ സെയിം ആണ്. അതേപോലെ ബി എന്ന് പറയുന്ന പോയിന്റും സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലും ഒരു ഐഡിയൽ കണ്ടക്ടർ ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നെഗറ്റീവ് ടെർമിനലിൽ അതേ പൊട്ടൻഷ്യൽ തന്നെയാണ് ബിയിലെയും പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ സെല്ലിലൂടെ കറണ്ട് ഉണ്ടാവുന്ന സമയത്ത് സെല്ലിന്റെ രണ്ട് ടെർമിനൽസ് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ പുറത്ത് അവൈലബിൾ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, സെല്ലിന്റെ പുറത്ത് അവൈലബിൾ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് സെല്ലിന് പ്രയോഗിക്കാൻ പറ്റുന്ന എക്കും ബിക്ക് ഇടയിൽ സെല്ലിന് പ്രയോഗിക്കാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറയുന്നത് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഒന്നുകൂടെ പറയാം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ടെർമിനൽസ് when there is a current through the cell is equal to potential difference between A and B. ഇവിടുത്തെ പൊട്ടൻഷ്യലും ഇതും സെയിം ആണ്, ഇവിടുത്തെ പൊട്ടൻഷ്യലും ഇതും സെയിം ആണ്. അതുകൊണ്ട് സെല്ലിന്റെ ടെർമിനൽസ് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എക്കും ബിക്ക് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. By Ohm's law, the potential difference between A and B is given by V is equal to. By Ohm's law, the potential difference between A and B is given by V is equal to I into R. എക്കും ബിക്ക് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുന്നത് I into R ന് ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore, the potential I into R ന് പകരം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ A and B, I into R ന് പകരം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ A and B, അത് ക്യാപിറ്റൽ ബി ആണ് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട്. V പ്ലസ് I into സ്മോൾ r ഈക്വൽ ടു ക്യാപിറ്റൽ ഇ. Or the potential difference between A and B, or the potential difference between A and B, V is equal to capital, the theoretically calculated potential difference across the terminals of the cell minus I into small r. അതായത് ഒരു സെല്ലിലൂടെ കറണ്ട് ഉള്ള സമയത്ത് അതിന്റെ പുറത്ത് ടെർമിനൽസിന് അക്രോസ് ആയിട്ട് അതിന്റെ പുറത്ത് അവൈലബിൾ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തിയററ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസിനേക്കാൾ കുറച്ച് കുറവാണ്. എത്ര കുറവാണ്? I into small r കുറവാണ്. Now suppose that there is no current through the cell. സെല്ലിലൂടെ കറണ്ട് ഇല്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ V is equal to capital E വരും. V is equal to capital E വരും if I is equal to 0. അതായത് ഒരു സെല്ലിന്റെ തിയററ്റിക്കലി കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ടെർമിനൽസ് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മുഴുവനായിട്ടും പുറത്ത് അവൈലബിൾ ആകും if there is no current through the cell. The theoretically available potential difference across the terminals of the cell is called EMF of the cell. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ്
അതായത് ഒരു സെല്ലിന്റെ ടെർമിനൽസിനിടയിൽ തിയററ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് EMF ഓഫ് ദ സെൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് എ സെൽ വെൻ ദർ ഇസ് നോ കറണ്ട് ത്രൂ ഇറ്റ്. പക്ഷേ സെല്ലിൽ കൂടെ കറണ്ട് ഇല്ലെങ്കിൽ, സെല്ല് ഉപയോഗിക്കുന്നെങ്കിൽ സെല്ലിൽ കൂടെ കറണ്ട് ഒഴുകും. അതുകൊണ്ട് ഒരു സെല്ലിന് എക്രോസ് ആയിട്ടുള്ള പുറത്ത് നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇവിടെ പുറത്ത് കിട്ടുന്നെന്ന് പറയുമ്പോൾ ഈ എക്സാമ്പിൾ ബൾബിനെ കത്തിക്കാൻ അവൈലബിൾ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് EMF ഓഫ് ദ സെല്ലിനേക്കാൾ, തിയററ്റിക്കലി കാൽക്കുലേറ്റഡ് വാല്യൂവിനേക്കാൾ എപ്പോഴും കുറവായിരിക്കും. ദാറ്റ് ഈസ് എ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് എ സെൽ ഈസ് ഓൾവേസ് ലെസ് ദാൻ ദ EMF ഓഫ് ദ സെൽ. നമുക്കപ്പം പ്രയോഗത്തിൽ ഏത് മാത്രമേ കിട്ടുള്ളൂ? നമുക്ക് ഒരിക്കലും EMF-നെ മുഴുവനായിട്ട് ഉപയോഗിക്കാൻ കിട്ടില്ല. നമുക്ക് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ ഒരു ഉപകരണം പ്രവർത്തിപ്പിക്കാൻ വേണ്ടി എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുന്നത് സെല്ലിന്റെ EMF-നേക്കാൾ കുറവായിരിക്കും. എന്തുകൊണ്ടാണ് ആ കുറവ് വന്നത്? സെല്ലിന് എക്സ്റ്റേണൽ ഡിവൈസിനെ മാത്രം പ്രവർത്തിപ്പിച്ചാൽ പോരാ. എക്സ്റ്റേണൽ ഡിവൈസ് സെല്ല് എന്തിനാ വർക്ക് ചെയ്യുന്നത്? ചാർജിനെ, ഇലക്ട്രിക് കറണ്ടിനെ ഈ റെസിസ്റ്ററിന് അക്രോസ് കടത്തിവിടാനാണ് സെല്ല് വർക്ക് ചെയ്യുന്നത്. സെല്ല് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് മാത്രം ഇലക്ട്രിക് കറണ്ടിനെ കടത്തി വിട്ടാൽ പോരാ, സ്വന്തം ഇന്റേണൽ റെസിസ്റ്റൻസിലൂടെയും കൂടെ സെല്ലിന് അതേ ഇലക്ട്രിക് കറണ്ടിനെ കടത്തി വിടേണ്ടതുണ്ട്. അപ്പോൾ സ്വന്തം ഇന്റേണൽ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് സ്വന്തം റെസിസ്റ്റൻസിലൂടെ കറണ്ടിനെ കടത്തിവിടാൻ ചെയ്യുന്ന വർക്ക് എത്രയാണോ അത്രയും വർക്ക് സ്വന്തം ഇന്റേണൽ റെസിസ്റ്റൻസിലൂടെ കറണ്ട് കടത്തിവിടാൻ വേണ്ടി ചെയ്യേണ്ട വർക്ക് എത്രയാണോ അത്രയും വർക്ക് അത്രയും വർക്ക് കിഴിച്ച് ബാക്കിയുള്ളത് മാത്രമേ അയാൾക്ക് പുറത്തേക്ക് തരാൻ പറ്റുള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബൾബ് കത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് തിയററ്റിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ അത്ര ഉണ്ടാവില്ല, അതിനേക്കാൾ കുറവായിരിക്കും. ആ നഷ്ടം എന്തുകൊണ്ടുണ്ടായത്? സെല്ലിന് ബൾബിനെ കത്തിച്ചാൽ മാത്രം പോരാ, അല്ലെങ്കിൽ പുറത്തുള്ള ഉപകരണം പ്രവർത്തിപ്പിച്ചാൽ മാത്രം പോരാ, സ്വന്തം ഇന്റേണൽ റെസിസ്റ്റൻസിലൂടെയും കൂടെ കറണ്ടിനെ കടത്തി വിടേണ്ടതുണ്ട്. അതിന് കുറച്ച് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്റേണൽ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ്. അത് സെല്ല് ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്റേണൽ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഒരു എക്സ്റ്റേണൽ ഉപകരണം പ്രവർത്തിപ്പിക്കുമ്പോൾ മുഴുവൻ പൊട്ടൻഷ്യൽ ഡിഫറൻസും EMF മുഴുവനായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. That is the terminal potential difference is always less than EMF of a cell. ഇനി ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. തണുത്തിരിക്കുന്ന അവസ്ഥയിലൊക്കെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെല്ല് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കാറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തണുത്ത് കിടക്കുന്ന കാർ അല്ലെങ്കിൽ തണുപ്പ് കാലത്ത് കാർ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ലേശം ബുദ്ധിമുട്ട് വരും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാറിന്റെ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് മോട്ടറാണ്. ആ ഇലക്ട്രിക് മോട്ടർ കാറിനകത്തുള്ള ബാറ്ററിയിൽ നിന്നുമാണ് വൈദ്യുതി വലിച്ചെടുക്കുന്നത്. അപ്പോൾ തണുത്ത് കിടക്കുകയാണെങ്കിൽ കാറിലെ ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടർ മോട്ടർ പ്രവർത്തിക്കാൻ വേണ്ടി സെല്ലിന് കൊടുക്കാൻ പറ്റുന്ന ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുന്നത് സെല്ലിന്റെ EMF-നേക്കാൾ കുറച്ച് കുറവായിരിക്കും. എത്ര കുറവായിരിക്കും? ഇത്രയും കുറവായിരിക്കും. ഈ ആറിന്റെ വാല്യൂ കൂടുതലായിരിക്കും തണുത്തിരിക്കുന്ന അവസ്ഥയിൽ. അതുകൊണ്ട് ഈ സെക്കൻഡ് ടേം കൂടുതലായിരിക്കും. സെക്കൻഡ് ടേം കൂടുതലാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പുറത്തേക്ക് അവൈലബിൾ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറവായിരിക്കും. ഉദാഹരണത്തിന് 12 വോൾട്ട് ആണ് കാറിന്റെ സെല്ലിന്റെ EMF എങ്കിൽ ഈ IR-ന്റെ വാല്യൂ 1 വോൾട്ട് ഉണ്ടെങ്കിൽ പുറത്തേക്ക് എത്രയേ കിട്ടുള്ളൂ? 11 വോൾട്ട് മാത്രമേ കിട്ടുള്ളൂ. സ്റ്റാർട്ടർ മോട്ടോർ വർക്ക് ചെയ്യാൻ 12 വോൾട്ട് വേണ്ട സ്ഥാനത്ത് അതിന് 11 വോൾട്ടേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് തണുത്തിരിക്കുന്ന അവസ്ഥയിൽ വാഹനങ്ങളുടെ എഞ്ചിനുകൾ സ്റ്റാർട്ടാക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഓക്കെ, ഇനി ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് സാധാരണഗതിയിൽ ഇതുവരെയുള്ള ഡിസ്കഷനിലും ഒക്കെ നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് നെഗ്ലക്ട് ചെയ്യായിരുന്നു ചെയ്തിരുന്നത്. ഇനി ഇന്റേണൽ റെസിസ്റ്റൻസ് നെഗ്ലക്ട് ചെയ്യുന്നില്ലെങ്കിൽ തൊട്ട് മുമ്പേ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് I into capital R plus I into small r equal to capital E, where E is the EMF of the cell, and therefore I into രണ്ടിലും കോമൺ ആയിട്ട് I ഉണ്ട് capital R plus small r equal to capital E, EMF of the cell, or I is equal to current through a cell is equal to EMF divided by capital R plus small r. EMF divided by capital R plus small r. ഇതാണ് കറണ്ട് ത്രൂ എ സെല്ല് കണ്ടുപിടിക്കാനുള്ള യഥാർത്ഥ ഇക്വേഷൻ. സാധാരണഗതിയിൽ നമ്മൾ ഈ ആറിന്റെ വാല്യൂ നെഗ്ലക്ട് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ആറിന്റെ വാല്യൂ നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇതാണ് ഒരു സെല്ലിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. I is equal to capital E divided by R plus R. ഇനി നമ്മളൊരു സെല്ലിന്റെ EMF ഒരു വോൾട്ട് മീറ്റർ, എന്താ വോൾട്ട് മീറ്റർ എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വോൾട്ട് മീറ്റർ. അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ അടുത്ത ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കും. ഒരു വോൾട്ട് മീറ്റർ സെല്ലിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, സെല്ലിന്റെ EMF അളക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു വോൾട്ട് മീറ്റർ സെല്ലിന്റെ EMF കൃത്യമായിട്ട് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതൊരു സെല്ലാന്ന് വിചാരിക്കുക, സെല്ലിന്റെ EMF ക്യാപിറ്റൽ E ആന്ന് വിചാരിക്കും. ഒരു വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് കറണ്ട്
അതിലൂടെ ഒഴുകുമ്പോൾ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ്. എന്ന് വെച്ചാൽ സെല്ലിന്റെ ടെർമിനൽസിനിടയിലുള്ള EMF, സെല്ലിന്റെ EMF കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വോൾട്ട് മീറ്ററിനെ സെല്ലിന്റെ ടെർമിനൽസിനിടയിൽ കണക്ട് ചെയ്യണം. അന്നേരം സെല്ലിന്റെ ഉള്ളിലൂടെ ഒരു കറണ്ട് ഒഴുകും. പക്ഷേ ഈ കറണ്ട് ഒഴുകുന്ന സമയത്ത് ഒരു സെല്ലിന്റെ അക്രോസ് ആയിട്ടുള്ള സെല്ലിന്റെ രണ്ട് ടെർമിനൽസിനിടയിലുള്ള പൊട്ടൻ ഡിഫറൻസ് എപ്പോഴും അതിന്റെ EMF-നേക്കാൾ കുറവാണ്. നമ്മൾ പഠിച്ചാണ് ടെർമിനൽ പൊട്ടൻ ഡിഫറൻസ് ഈസ് ഓൾവേസ് ലെസ് ദാൻ EMF. എത്ര കുറവായിരിക്കും? I/r കുറവായിരിക്കും. ഈ വാല്യൂവിനെയാണ് E-IR എന്ന് പറയുന്ന ഈ വാല്യൂവിനെയാണ് വോൾട്ട് മീറ്റർ അളക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും ഒരു സെല്ലിന്റെ EMF കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ആ സമയത്ത് അത് കൂടെ കറണ്ട് ഉണ്ടാവും. പിന്നെ എന്തുപയോഗിച്ചിട്ടാണ് EMF കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുക? ഒന്ന്, അതൊരു തിയററ്റിക്കലി കാൽക്കുലേറ്റഡ് വാല്യൂ ആണ്. രണ്ട്, പൊട്ടൻഷ്യൽ മീറ്റർ എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ചിട്ട് അതിന്റെ വാല്യൂ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു സെല്ലിന്റെ ടെർമിനൽസിന് അക്രോസ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് EMF എന്ന് പറയുന്നത്. സെല്ലിലൂടെ കറണ്ട് ഉള്ള സമയത്തുള്ള അതിന്റെ ടെർമിനൽസിനുള്ള പൊട്ടൻ ഡിഫറൻസിനാണ് ടെർമിനൽ പൊട്ടൻ ഡിഫറൻസ് പറയുന്നത്. ടെർമിനൽ പൊട്ടൻ ഡിഫറൻസ് ഈസ് ഓൾവേസ് ലെസ് ദാൻ EMF ഓഫ് എ സെൽ. നൗ ദ ടേം EMF ഈസ് സ്ലൈറ്റ്ലി മിസ്ലീഡിങ്. എന്തുകൊണ്ടാണ് EMF എന്ന് പറയുന്ന ടേം മിസ്ലീഡിങ് ആണെന്ന് പറയുന്നത്? EMF എന്ന് പറയുന്നത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഇതിന്റെ ആദ്യത്തെ 3 ലെറ്ററുകളാണ് EMF എന്ന് ചുരുക്കി എഴുതിയിരിക്കുന്നത്. ചാർജുകളെ ചലിപ്പിക്കുന്ന ഫോഴ്സ് എന്നാണ് ഈ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം. അപ്പൊ എന്താണ് അതിലൊരു മിസ്റ്റേക്ക് ഉള്ളതെന്ന് വെച്ചാൽ അതൊരു ഫോഴ്സ് അല്ല. നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് EMF ഓഫ് എ സെൽ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അതിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്, ന്യൂട്ടൺ അല്ല. അപ്പോൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് പേര് സൂചിപ്പിക്കുന്ന പോലെ അൺലൈക്ക് വാട്ട് ദ നെയിം സജസ്റ്റ്, ഇറ്റ് ഈസ് നോട്ട് എ ഫോഴ്സ്, ഇറ്റ് ഈസ് ഓൺലി പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വെക്ടർ ക്വാണ്ടിറ്റി അല്ല, സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. പക്ഷെ ഒരു സാധാരണ മനുഷ്യന്റെ വ്യൂ പോയിന്റിൽ ചാർജിനെ ചലിപ്പിക്കുന്ന ഏജന്റ്, എപ്പോഴും ചലിപ്പിക്കുന്ന ഏജന്റ് ഫോഴ്സ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കാം ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നുള്ള പേര് ഈ ക്വാണ്ടിറ്റിക്ക് കിട്ടിയത്. ഓക്കെ, ക്ലിയർ ആണ്.